വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതും അതുപോലെ തന്നെ കമൻറ്റ്സ് വന്നതും ആ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തപ്പോഴായിരുന്നു. ഒരുപാട് അത്യാവശ്യം കമൻറ്റ്സ് ഡൗട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇൻസ്റ്റയിൽ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടും അതിനെപ്പറ്റി അധികം വീഡിയോ ചെയ്യാൻ ഞാൻ ധൈര്യപ്പെടാതിരുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മളിരുന്ന് പറയുമ്പോൾ കൃത്യമായ ധാരണ ഉണ്ടാവണമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എനിക്കറിയാവുന്ന അത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാനതാണ് നിർത്തിയത്. ഇപ്പോഴും എനിക്ക് ആ ഒരു വീഡിയോസ് കണ്ടിട്ടുള്ള സംശയമൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോ ഇടുമ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ കുട്ടികൾ വന്ന് കമൻറ്റ് ചെയ്യുന്ന കണ്ടു, അഗ്രികൾച്ചറിനെ പറ്റി ചോദിച്ചിട്ട് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി ആഡ് ആക്കാൻ പറ്റുമോ നോക്കാം എന്ന്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് PG MSc അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സിന് അഡ്മിഷനായി. ഞാൻ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ക്യാമ്പസിലാണ് ഇപ്പോൾ നിലവിൽ PG ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്മിഷൻ കിട്ടിയതിൻ്റെ ഭയങ്കര എക്സൈറ്റഡ്, ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നതും ഈ വീഡിയോ ചെയ്യുന്നതും. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ധൈര്യം വന്നത് കുറച്ചും കൂടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാമെന്നുള്ളത്. കാര്യം ഇപ്പം എൻ്റെ മുന്നിൽ കുറച്ചും കൂടെ സോഴ്സസ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഡൗട്ടൊക്കെ വന്നാൽ ചോദിക്കാനും അങ്ങനെയൊക്കെ. അതുകൊണ്ടും കൂടിയാണ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പറ്റണ പോലെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഇരുന്നിട്ടാണ് കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, അവർ റൂംമേറ്റ്സ് ഒക്കെ വീട്ടിൽ പോയിട്ടാണുള്ളത്. അതാണ് ഈ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കിളികളുടെ ഒച്ചയും ശല്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലിമിറ്റേഷൻസിൽ നിന്നും വീഡിയോ ചെയ്യാനുള്ള ഓപ്ഷൻസ് എനിക്കിപ്പോൾ ഉള്ളൂ. അപ്പോൾ വീഡിയോസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് ഈ അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് ചെയ്തതെന്നുള്ളത് ചോദിക്കാനുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് അറ്റ് ദ എൻഡ് ഞാനത് പറഞ്ഞെങ്കിലും വീണ്ടും അത് തന്നെ സംശയങ്ങളായിട്ടും എനിക്ക് മെസ്സേജസിലൊക്കെ ചേച്ചി ഇപ്പം എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ 2020 ബാച്ചാണ് UG. പാസ് ഔട്ട് ആയത് 2024 ജൂലൈ 31 ഞാൻ പാസ് ഔട്ടായി. അപ്പം പാസ് ഔട്ടായാൽ നമുക്കൊരു മാസങ്ങൾക്ക് ശേഷം ഒരു വിത്തിൻ 1 മന്ത് നമുക്കൊരു PDC കിട്ടും, പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഞാനൊരു 2-3 മാസം ഇങ്ങനെ ഇരുന്നിരുന്നു. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ ഒരു 3 മാസം ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ ഇൻ്റർവ്യൂസും ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ വിളിച്ചാലും അവിടെ പോവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറേ പേരുണ്ടാവും, PG ചെയ്തവരടക്കം ഞാൻ BSc ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിന് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഫുൾ ടൈം ഇൻ്റർവ്യൂവിന് പോവുക വരിക അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ പറ്റുന്നിടത്ത് എല്ലായിടത്തും CV അയച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പറ്റണ പോലെ സീനിയേഴ്സിൻ്റെ അടുത്തും ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ടെമ്പററി പോസ്റ്റിൽ കിട്ടുമെങ്കിൽ വിളിക്കണം എന്നുള്ളത്. അങ്ങനെ നമുക്ക് ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റായിരുന്നു എൻവെറിറ്റാസ് കമ്പനിയിൽ ഇനോമറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു 45 ഡേയ്സ്, ഒരു 1.5 മാസത്തോളം വരുന്ന ഒരു പ്രൊജക്റ്റ്. അതിനകത്ത് ആ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനോമറേറ്ററായിട്ട് പോയതും വർക്ക് ചെയ്തതും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ ഞാൻ വീഡിയോസ് ചെയ്യും. ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ വീഡിയോ ചെയ്തത്. കാര്യം ഈ 3 മാസം ഇൻ്റർവ്യൂവിന് പോക്കല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ വീട്ടിൽ വന്നിരുന്നാൽ ഇങ്ങനെ ഓരോരോ വീഡിയോസ് ചെയ്യൽ തന്നെയായിരുന്നു പരിപാടി. അത് കഴിഞ്ഞ് ഇനോമറേറ്ററായിട്ട് ഞാനൊരു ഡിസംബർ 10 ജോയിൻ ചെയ്തു. ജാനുവരി 20 വരെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പ്രൊജക്റ്റ്. അത്രയും ദിവസത്തെ ഒരു ചെറിയ എന്നാൽ നല്ല രസമുള്ള ഒരു വർക്കായിരുന്നു. നല്ല കൂളായിട്ട് നമുക്ക് പൈസയും കിട്ടും, അങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു അത്. അതൊരു കോഫി റിലേറ്റഡ് കമ്പനിയാണ്. അപ്പം നമ്മൾ ഓരോ ഫാമേഴ്സിൻ്റെ അടുത്തും പോയിട്ട് അവർ ഒരു ക്വസ്റ്റനെയർ നമുക്ക് തന്നിട്ടുണ്ടാവും, ഒരു ഇൻ്റർവ്യൂ പോലെ. അവിടെ പോയിട്ട് ആ ഡീറ്റെയിൽസ് മുഴുവൻ അവർ തരുന്ന സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ വർക്ക്. അപ്പോൾ ദിവസം ഒരു 5 ഫാമേഴ്സിനെ കാണാം, 2 വർക്കേഴ്സിനെ കാണാം, അങ്ങനത്തെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഒരു ഈ പറഞ്ഞ പോലെ ഡിസംബർ 10 to ജാനുവരി 20 വരെ ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ എൻവെറിറ്റാസിൻ്റെ വർക്കും കഴിഞ്ഞ് ഒരു ജനുവരി 20 ആയപ്പോൾ വീണ്ടും ബാക്ക് ടു ഹോം ആയിരുന്നു. അപ്പോൾ അതുപോലെ ഗൈസ്, എനിക്ക് UGക്ക് കയറുമ്പോൾ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു PGക്ക് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത്. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും ഒരു ലൈഫിനൊരു ചേഞ്ച് വരുന്നതിന് മുമ്പ് തന്നെ
ഒരു പി ജിയും കൂടെ കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ എനിക്ക് വേണം എന്നുള്ളത് എനിക്ക് യു ജി കയറുമ്പോൾ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ യു ജി കയറി കഴിഞ്ഞപ്പോൾ ഏത് സബ്ജക്റ്റിൽ പി ജി എടുക്കും എന്നുള്ളത് ഭയങ്കരമായ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഗ്രികൾച്ചർ പഠിക്കാനും അത് പാസ്സാവാനും എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാൽ എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ നിന്നും കുറച്ചൊന്ന് മാറിയിട്ടുള്ള സബ്ജക്റ്റിലോട്ട് പി ജി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതാണ് ഞാൻ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് പിടിച്ചത്. അപ്പോൾ അതാകുമ്പോൾ അത്ര അങ്ങോട്ട് അഗ്രികൾച്ചർ പഠിക്കേണ്ടി വരുന്നില്ല. അപ്പം ആ ടൈമിൽ എനിക്ക് കണ്ടിന്യൂസ് തന്നെ വേണമെങ്കിൽ യു ജി കഴിഞ്ഞ പാട് തന്നെ JRF എക്സാം എഴുതിയിട്ട് പി ജിക്ക് കയറായിരുന്നു. പക്ഷേ എൻ്റെ മടിയും എൻ്റെ അശ്രദ്ധകളും കൊണ്ട് ആണ് എനിക്കത് അഡ്മിഷൻ ആവാതിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു സാരമില്ല, ഒരു 1 ഇയർ ബ്രേക്ക് എടുക്കാം. 1 ഇയർ ടൈമിൽ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി നമുക്ക് വീട്ടുകാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പോകാമെന്ന് കരുതി. പക്ഷേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല എന്നായപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ ജനുവരി 20 ഈ പറഞ്ഞ പോലെ എൻവെറിറ്റാസ്ന്ന് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നെക്സ്റ്റ് ഇയറിലേക്ക് പി ജിക്ക് വേണ്ടി ട്രൈ ചെയ്യണം. എക്സാം വരിക എന്തായാലും മെയ് ജൂണിലേക്ക് എക്സാം വരും. ഇനി ഒരു പുതിയൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പം പഠിത്തം ബുദ്ധിമുട്ടുണ്ടാവും എന്നും കരുതി ഞാൻ പിന്നെ ഇൻ്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി നിർത്തി. ഇനി പഠിക്കാം, പി ജിക്ക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം എന്നൊരു പ്ലാനിലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ സമയത്ത് അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിത്തിൻ 6 months ചിലപ്പോൾ അതിൻ്റെ എക്സാം നടക്കാം എന്നൊക്കെ ഒരു ഇതുള്ള ടൈം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേയോൻ്റെ എക്സാമിനും കൂടെ നോക്കാം, അതുപോലെ തന്നെ എൻ്റെ പി ജി JRF എക്സാമും കൂടെ നോക്കാം എന്നും കരുതി പഠിത്തത്തിൽ ഫോക്കസ് ആവാൻ വേണ്ടി നിന്ന ടൈമിലാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തിൽ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്ന്. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു സമഗ്ര ശിക്ഷ കേരളേൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലോട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. അപ്പം വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇനി ജോലിക്കൊന്നും പോകുന്നില്ല, പഠിക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു ജോലി കിട്ടി. പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. കോൺട്രാക്ട് ബേസ്ഡ് ആണ്, 1 ഇയർ കോൺട്രാക്ട് ബേസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള കോള് വന്നത്. പിന്നെ ഫുൾ കൺഫ്യൂഷനായി, ജോലിക്ക് പോകണോ അതോ പഠിക്കണോ അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം അതെൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് പോയി വരാൻ പറ്റുന്ന ജോലിയായിരുന്നു. അടുത്തുള്ളൊരു ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അത്. അപ്പോൾ കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്കാം, പഠിത്തവും ജോലിയും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്കാം എന്ന് കരുതി ഞാൻ പോയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു, ജോലിക്ക് കയറുക ചെയ്തത്. അപ്പോൾ എന്താണ് SDC സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കോർഡിനേറ്ററിൻ്റെ ജോബ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർവ്യൂ ക്വാളിഫിക്കേഷൻ മാത്രമേ നമുക്ക് BSc അഗ്രികൾച്ചർ എന്ന് പറയാൻ പറ്റൂ. ബാക്കി അവിടെ ചെയ്യുന്ന ജോബ് ഒന്നും നമ്മൾ അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ടതല്ല, കംപ്ലീറ്റ്ലി മാറ്റാണ്. അതിൻ്റെ ഈ ഒരു ജോബിൻ്റെ പോസ്റ്റിലോട്ട് വിളിച്ചപ്പം BSc അഗ്രികൾച്ചർ, BTech, MBA, MSW ഈ 4 ഗ്രാജുവേഷൻ ഉള്ളവർക്കും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഇൻ്റർവ്യൂ ക്വാളിഫിക്കേഷനിൽ മാത്രമേ എനിക്ക് ആ ഒരു BSc അഗ്രികൾച്ചർ എന്നുള്ളതിനെ കൊണ്ടുള്ള ഹെൽപ്പ് ഉണ്ടായിട്ടുള്ളൂ. കാര്യം അത് കഴിഞ്ഞ് അവിടെ പോയി ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സബ് ഡിസ്ട്രിക്റ്റിൻ്റെ അണ്ടറിലും ഓരോ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ടാവും. ആ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ കോർഡിനേറ്റർ എൻ്റെ വർക്ക്. അപ്പം ജസ്റ്റ് 2 കോഴ്സായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്, GST അസിസ്റ്റൻറ്റും CCTV ഇൻസ്റ്റാളേഷൻ ടെക്നീഷ്യൻ കോഴ്സും. അപ്പോൾ ഈ 2 കോഴ്സിലെ നമുക്ക് ഫർണിച്ചർ, എക്യുപ്മെൻറ്റ് പർച്ചേസ്, ടെൻഡർ, അതുപോലെ തന്നെ കുട്ടികളുടെ അഡ്മിഷൻ, കുട്ടികളുടെ കാര്യങ്ങൾ, OJT ഓൺ ദി ജോബ് ട്രെയിനിങ്, ഫീൽഡ് വിസിറ്റ്, അങ്ങനെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട് ട്രെയിനേഴ്സായി ബന്ധപ്പെട്ട് ആ സെൻറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യലായിരുന്നു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കോർഡിനേറ്റർക്കുള്ള വർക്ക്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിനെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വർക്കാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. എനിക്ക് ആ ഒരു 1 ഇയർ എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ഹെൽപ്പ് ആകാൻ പറ്റുന്ന ഒരു ജോലി അത് മാത്രമായിരുന്നു അത്. അല്ലാതെ നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിന് വേണ്ടിയിട്ടുള്ള ഒരു ജോലിയല്ല കേട്ടോ അത്, ഞാൻ ആദ്യമേ പറയാം. അതിങ്ങനെ പറയുന്നുണ്ട് ആ ജോബ് കുറച്ച് കാലം കഴിയുമ്പോൾ പെർമനൻറ്റ് പോസ്റ്റിങ്ങിലോട്ടൊക്കെ ആക്കും എന്നൊക്കെ പറയണ കേൾക്കണു, എനിക്കറിയില്ല. എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി PGക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കോർഡിനേറ്ററിൻ്റെ ജോബും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ആ ടൈമിൽ ജോലി, പിന്നെ PGൻ്റെ എൻട്രൻസ് എക്സാം, അതുപോലെ അഗ്രികൾച്ചർ ഓഫീസറുടെ PSC, ഇതിനൊക്കെ 3ഉം കൂടെ ഞാൻ ഒരു വിധം ഇങ്ങനെ പാരലലി ഒഴുക്കിനിങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. ജോലി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ജോലിയും പഠിത്തവും വലിയ കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ജോലി പിന്നെ റിസൈൻ ഒന്നും ചെയ്തിട്ടില്ല, അത് തുടർന്ന് തന്നെ കൊണ്ടുപോയി.
ജോലിൻ്റെ ഒപ്പം PG പഠനവും അതുപോലെ AOൻ്റെ പഠനവും ഒക്കെ പഠിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്വിസ്റ്റ് വന്നത്. AOൻ്റെ എക്സാം നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തത് ഒരു 2025 സെപ്റ്റംബർ ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാവുള്ളായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അത് ഭയങ്കര നേരത്തെ കൊണ്ടുവച്ചു. ജൂലൈ 3-ാം തീയതി അങ്ങനെ എന്തോ ജൂലൈ 4-ാം തീയതി കൊണ്ടുപോയിട്ട് AOൻ്റെ എക്സാം വെച്ചു. അത് ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഞെട്ടി. കാര്യം അത്രയും നേരത്തെ എക്സാം വരുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ PGൻ്റെ എൻട്രൻസ് എക്സാം ജൂലൈ 3-ാം തീയതി, അതായത് തലേ ദിവസം പിറ്റേ ദിവസമായിട്ടാണ് AOൻ്റെ എക്സാമും PGയുടെ എക്സാമും വരുന്നത്, എൻട്രൻസ് എക്സാമും. അപ്പോൾ പിന്നെ മനസ്സിലായി അതിൻ്റെ കൂടെ ജോലിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ തോണിയിലും പോയി കാലിട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ AO അങ്ങോട്ട് മാറ്റി വെച്ചു. ആ ടൈമിൽ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു AO അല്ലേ നല്ല ഓപ്ഷൻ, PGനേക്കാളും AO കിട്ടിയാൽ നല്ലതല്ലേ എന്നുള്ളത്. പക്ഷേ എനിക്കറിയാം ഞാൻ AO പഠിച്ചാലാണോ അതോ PG പഠിച്ചാലാണോ കൂടുതൽ എനിക്ക് കിട്ടാൻ സാധ്യത എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ AO അങ്ങോട്ട് മാറ്റി വെച്ചത്. കാര്യം എനിക്ക് അത്ര അങ്ങോട്ട് ഇരുന്ന് അഗ്രികൾച്ചർ പഠിക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ല. അതിന് AO അങ്ങോട്ട് മാറ്റി. പിന്നെ UGക്ക് കയറുമ്പോഴേ ഉണ്ടായിരുന്ന ആഗ്രഹമാണ് PG പഠിക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, PGക്ക് വേണ്ടി ഇരിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ PGയും ഈ പറഞ്ഞ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ കോർഡിനേറ്റർ പോസ്റ്റിങ്ങും കൂടെ 2 ജോലിയും കൂടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ജൂലൈ 3-ന് എക്സാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. എനിക്ക് നല്ല എളുപ്പമായിരുന്നു വിചാരിച്ച, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ റാങ്കൊക്കെ വരുന്നു തന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷേ സ്കോർ കാർഡ് വന്നത് മനസ്സിലായി ഞാൻ കുറേ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ നെഗറ്റീവ്സ് എനിക്ക് വന്നിട്ടുണ്ട് എന്നല്ലേ. അപ്പോൾ എൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ പോയി. ഈശ്വര ഇനി എവിടെയും അഡ്മിഷൻ ആവുമോ എന്നൊക്കെ ഉള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് അഡ്മിഷനായി PGക്ക് വെള്ളാനിക്കര കോളേജിൽ. അതാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ ഓൾറെഡി ഭയങ്കര ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു PGക്ക് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത്. പക്ഷെ റിസൾട്ട് എന്നെ പേടിപ്പിച്ചെങ്കിലും ഭാഗ്യം കൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി എന്ന് വേണം പറയാൻ. ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി PG ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നു. ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 കൊല്ലം PG MSc ഇൻ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് അത് തന്നെയാണ്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു PG ചെയ്യാനും എൻട്രൻസ് എക്സാം ഉണ്ടോ എന്ന്. ഞാൻ ഈ കഴിഞ്ഞ PG കിട്ടി അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ളതിനകത്തൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. PGക്കും അഡ്മിഷൻ കിട്ടണമെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതണം, എന്നാലേ കിട്ടും. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഓൾറെഡി ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ നമ്മൾ എന്തൊക്കെ മേഖലയിലോട്ട് നമുക്ക് പോകാം എന്നുള്ളതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. PGക്കും എൻട്രൻസ് എക്സാം ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കൊല്ലം സംഭവിച്ചത്. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾക്കൊരു കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പഠിച്ചിറങ്ങിയപാട് ഒരു PDC എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. അത് നമുക്കൊരു 1 year വരെ വാലിഡിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം KUൻ്റെ കേസാണ് കേട്ടോ ഇത്. അപ്പം ഒരു 1 year കഴിയുമ്പോഴാണ് ഞാൻ ജൂലൈ 31 പാസ് ഔട്ടായി. 2024 ജൂലൈ 31 പാസ് ഔട്ട് ആയെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ജൂൺ മാസമാണ്, 2025 ജൂണിലാണ്. അപ്പോൾ ആ ഒരു 1 year ഗ്യാപ്പ് ഉണ്ടോ. പക്ഷേ ആ സമയത്തേക്ക് നമുക്ക് പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ പിന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. കോൺവെക്കേഷൻ്റെ വീഡിയോ കണ്ടപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടാണോ കോൺവെക്കേഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റ് ഉണ്ട്. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി മുന്നോട്ടും കുറച്ച് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോസൊക്കെ പഴയ വീഡിയോ പോലെ ഇതും വ്യൂസ് ഉണ്ടാവുമോ കമൻസ് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാരെങ്കിലും ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ളത് കമൻസ് ആയിട്ട് തന്നെ പറയൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ സീനിയേഴ്സിനോടും ടീച്ചേഴ്സിനോടും ജൂനിയേഴ്സിനോടും ഒക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിടാം. ഭയങ്കര ലോങ് ഫോർമാറ്റ് അല്ലാതെ ഷോർട്ടായിട്ട് തന്നെയാണെങ്കിലും ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങളത് കമൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലാണ് എനിക്കിത് അങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ പറ്റുക. ഇനിയിപ്പോൾ ഈ വീഡിയോ ആരും കാണാതായി പോകുമെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ എന്തെങ്കിലും പേഴ്സണലി നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ ചോദിച്ചോളൂ. ഇതാണ് എൻ്റെ പബ്ലിക് ആക്കി ഇട്ടേക്കണ അക്കൗണ്ട്. വേറൊരു അക്കൗണ്ട് കൂടെ ഉണ്ട്, അത് ഞാൻ പ്രൈവറ്റ് ആക്കി ഇട്ടേക്കണത്. അപ്പോൾ ഇതിലയക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കാണും. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. ഇനിയും ഇതുപോലുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് അയക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. ബൈ.